സംഘർഷം ആളിക്കത്തുന്നതിനിടെ ബഹറിലെ മനാമയിലുള്ള ഹോട്ടലിനും അപ്പാർട്ട്മെന്റുകൾക്കും നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇതിനു പുറമെ കുവൈറ്റിലും ഇറാനിയൻ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിനു നേരെ വന്ന മിസൈലുകൾ സൗദി സേന വിജയകരമായി തടഞ്ഞു. മിനാബിലെ ഒരു സ്കൂളിൽ 165 കുട്ടികളുടെ മരണത്തിനിടയാക്കി ആക്രമണം നടത്തിയത് അമേരിക്കയാണെന്ന വിവരങ്ങളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇറാഖിലെ കുർദിഷ് മേഖല വഴി ഇറാനെതിരെ കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ഏതു തരത്തിലുള്ള കടന്നുകയറ്റത്തെയും നേരിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ലെബനോനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നത് ജനങ്ങളുടെ കൂട്ടപലായനത്തിന് കാരണമായിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും ഇസ്രയേലിലും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. ഇറാനെതിരെ രാജ്യത്തിനകത്ത് തന്നെ സായുധ കലാപം സൃഷ്ടിക്കാൻ US നീക്കം നടത്തുകയാണ്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ കുർദിഷ് സായുധ ഗ്രൂപ്പുകളുമായി US ചർച്ച നടത്തിയെന്ന് ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയം ആരോപിച്ചു. ഇറാനിയൻ സുരക്ഷാ സേനകൾക്കെതിരെ കലാപം അഴിച്ചുവിടുകയാണ് USന്റെ ലക്ഷ്യമെന്നും പറയുന്നു. ഇറാഖിലെ 2 കുർദിഷ് ഗ്രൂപ്പ് മേധാവിമാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയെന്ന് ചില അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. US പിന്തുണയോടെ ഇറാനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരുമെന്ന് വടക്കൻ ഇറാഖിലെ കുർദിഷ് ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതിനിടെ ഇറാഖിൽ നിന്ന് ഇന്നലെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിമത ഗ്രൂപ്പ് അംഗങ്ങളെ ആക്രമിച്ചെന്ന് ഇറാൻ അറിയിച്ചു. ഇറാഖിലെ കുർദിഷ് ഗ്രൂപ്പ് ആസ്ഥാനങ്ങൾ ഇറാൻ തകർത്തു. അതേസമയം ഇറാന്റെയും ഇറാഖിന്റെയും അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുർദിഷ് വിമത ഗ്രൂപ്പായ PJAKയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് തുർക്കി അറിയിച്ചു. ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇറാന്റെ സുരക്ഷയും പ്രാദേശിക സ്ഥിരതയും ദുർബലപ്പെടുത്തുമെന്നും തുർക്കി പറഞ്ഞു. PJAK, ഇറാൻ, തുർക്കി, US എന്നിവർ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ തുർക്കിക്ക് നേരെ തങ്ങൾ മിസൈൽ അയച്ചിട്ടില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. ഇറാനിൽ നിന്ന് വന്ന ബാലിസ്റ്റിക് മിസൈലുകൾ നാറ്റോ പ്രതിരോധ സംവിധാനം തകർത്തെന്ന് തുർക്കി ആരോപിച്ചതിനു പിന്നാലെയാണ് ഇറാന്റെ വിശദീകരണം. സൗദി അറേബ്യയിലെയും ഒമാനിലെയും ചില ഊർജ്ജ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ഡ്രോണാക്രമണം നടത്തിയെന്ന് ഇറാൻ ആരോപിച്ചു. സംഘർഷം ആളിക്കത്തിച്ച അറബ് രാജ്യങ്ങളെ തങ്ങൾക്കെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഇസ്രയേൽ നടത്തിയെന്ന് പറയുന്നത് ഏതൊക്കെ ആക്രമണങ്ങളാണെന്നോ അതിനുള്ള തെളിവുകളോ ഇറാൻ നൽകിയിട്ടില്ല. അതേസമയം ഗൾഫിലെ US കേന്ദ്രങ്ങളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂവെന്നും സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നില്ല എന്നുമുള്ള ഇറാന്റെ വാദത്തെ ഖത്തർ തള്ളി. ഇറാനെതിരെ സെപ്റ്റംബർ വരെ യുദ്ധം തുടരാൻ US സജ്ജമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മേഖലയിൽ USന്റെ ഇന്റലിജൻസ് സാന്നിധ്യവും വർദ്ധിപ്പിച്ചു. സംഘർഷം 1 മാസത്തോളം നീളുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞത്. എന്നാൽ അതിനപ്പുറത്തേക്കും നീണ്ടാക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രമേയം സെനറ്റിൽ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പരാജയപ്പെടുത്തി. കോൺഗ്രസിന്റെ അംഗീകാരം നേടും വരെ US ആക്രമണം നിർത്തിവെക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പ്രമേയം. അതേസമയം സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ USനെ സൈനികമായി സഹായിക്കാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഇറാനിൽ US ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1200 കടന്നു. ഇറാന്റെ ഡ്രോണുകൾ അസർബൈജാനിലെ സഖച്ചിവാൻ വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടത്തിലും സ്കൂളിന് സമീപത്തും പതിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. തിരിച്ചടിക്കുമെന്ന് അസർബൈജാൻ പ്രഖ്യാപിച്ചു. ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെയും ഇറാൻ ആക്രമണം തുടർന്നു. 6 ബാലിസ്റ്റിക് മിസൈലുകളും 125 ഡ്രോണുകളും UAE തകർത്തു. ഡ്രോൺ അവശിഷ്ടം പതിച്ച അബുദാബിയിൽ 6 പേർക്ക് പരിക്കേറ്റു. ഖത്തറിലെ ദോഹയ്ക്കും ബഹ്റിനിലെ മനാമയ്ക്കും മുകളിൽ പൊട്ടിത്തെറികളുണ്ടായി. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ളവരെ ഖത്തർ ഒഴിപ്പിച്ചു. കുവൈറ്റിൽ USന്റെ ഉദയരി ബസും ആക്രമിക്കപ്പെട്ടു. ലെബനനിലെ തങ്ങളുടെ എംബസി ആക്രമിച്ച ലോകമെമ്പാടുമുള്ള ഇസ്രയേൽ എംബസികൾ തകർക്കുമെന്ന് ഇറാൻ പറഞ്ഞു. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലടക്കം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തെക്കൻ ലെബനിലെ അൽ കഫൂറിൽ ഇസ്രയേലി ആക്രമണത്തിൽ മേയറും ഭാര്യയും കൊല്ലപ്പെട്ടു. വടക്കൻ ലെബനനിൽ അഭയാർത്ഥി ക്യാമ്പ് തകർന്നു. ലെബനനിൽ പലായനം ചെയ്ത 83,000-ലേറെ പേർ. ഇറാനിൽ ഇതുവരെ ആക്രമിക്കപ്പെട്ടത് 29 പ്രവിശ്യകളിലായി 172 നഗരങ്ങളാണ്. ടെഹ്റാനിൽ റവല്യൂഷണറി ഗാർഡിന്റെയും അവരുടെ വിദേശ ഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെയും കമാൻഡ് സെന്ററുകൾ ഇസ്രയേൽ തകർത്തു. ജനവാസ കേന്ദ്രങ്ങളെ ഇസ്രയേലും USഉം ബോധപൂർവ്വം ആക്രമിക്കുന്നുവെന്ന് ഇറാൻ പറയുന്നു. രാജ്യത്ത് ഇതുവരെ 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്നുവെന്നും ഇറാൻ ആരോപിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് വ്യോമ പ്രതിരോധ സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് ഇറ്റലിയും പറഞ്ഞു. പൗരന്മാരുടെ സുരക്ഷയ്ക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് ഓസ്ട്രേലിയ സൈനിക വിമാനങ്ങളെ വിന്യസിച്ചു. ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഫ്രഞ്ച് സൈനിക ബേസുകൾ ഉപയോഗിക്കാൻ USന് അനുമതിയും നൽകി. കഴിഞ്ഞ ദിവസം സൈപ്രസിലെ ബ്രിട്ടീഷ് എയർബേസിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഇറാനിൽ നിന്നല്ലെന്ന് UK പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ബഹ്റിനിലെ UK എംബസിയിലും ഏതാനും ജീവനക്കാരെ ഒഴിപ്പിച്ചു. മാമറിൽ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന വ്യവസായിക മേഖലയിൽ തീപിടുത്തമുണ്ടായി. ആളപായമില്ല. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ പാശ്ചാത്യ നയതന്ത്രജ്ഞർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. ഖത്തറിലേക്ക് ബ്രിട്ടന്റെ അധിക 4 യുദ്ധവിമാനങ്ങൾ അയക്കും. ഗൾഫിലെ 20 US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാൻ. ടെല്ലവീവിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രയേൽ തകർത്തുവെന്നും അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.